കൺമുന്നിൽ ഭീകരരുടെ വെടിയേറ്റു കൊല്ലപ്പെട്ട അച്ഛന് മകളുടെ അന്തിമോപചാരം. ഭാരത് മാതാ കി ജയ് വിളിയോടെ മകൾ ആർത്തിയും ഭാര്യ ഷീലയും പ്രിയപ്പെട്ടവന് വിട നൽകി. എൻ രാമചന്ദ്രൻ അവസാന യാത്രയയപ്പ് നൽകാൻ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലേക്ക് രാവിലെ 7 മണി മുതൽ ഒഴുകിയെത്തിയത് പതിനായിരങ്ങളാണ്. കുടുംബത്തെ നാടൊന്നാകെ ചേർത്ത് പിടിച്ചു. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറും ഗോവ ഗവർണർ ശ്രീധരൻ പിള്ളയും പുഷ്പചക്രം അർപ്പിച്ചു. Let us stay together and show all our enemies that we are one and we are not going to surrender before all your terrorist activities. മന്ത്രിമാരായ പി രാജീവും എ കെ ശശീന്ദ്രനും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചെത്തി. കുടുംബത്തെ അവർ ചേർത്ത് പിടിച്ചു. എല്ലാ ചിന്തകൾക്കും അതീതമായി ഓരോ ഇന്ത്യക്കാരനും ഒരേ മനസ്സോടുകൂടി ഭീകരതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കണം. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഭീകരതയെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കാൻ ലോകരാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുന്ന ഗുരുതരമായ വിഷയമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇന്ത്യ കടുത്ത നിലപാടുകൾ ചെയ്യണമെന്നാണ് ഇന്ത്യക്കാരായ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക മത നേതാക്കൾ എന്നിവരും എൻ രാമചന്ദ്രന് അവസാന യാത്രയയപ്പ് നൽകി. ഈ രാജ്യത്തിനു വേണ്ടി വീരചരമമടഞ്ഞ ഒരു പോരാളിയായി ശ്രീ രാമചന്ദ്രൻ എന്നും അനുസ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുഹൃത്തുക്കൾക്കും ഉറ്റവർക്കും പുറമെ നാടൊന്നാകെ ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിയതോടെ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് പൊതുദർശനം നീണ്ടു. ഒടുവിൽ സന്തോഷത്തോടെ കളിച്ചിരികളോടെ കശ്മീരിലേക്ക് യാത്ര പുറപ്പെട്ട അതേ വീട്ടിലേക്ക് വിലാപയാത്രയായി എൻ രാമചന്ദ്രന്റെ ചേതനയറ്റ ശരീരം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് നാട് എൻ രാമചന്ദ്രന് വിട നൽകിയത്. അവസാന ചുംബനം നൽകി പ്രിയപ്പെട്ടവന് ഉറ്റവർ യാത്രാമൊഴിയേകി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.